Hello everyone, welcome to EduPod Class 8. It's me, your Nafi. എല്ലാവർക്കും മക്കളെ EduPodന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഫി. അങ്ങനെ നിങ്ങൾ 7ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് എത്തില്ല. 8ാം ക്ലാസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടായ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലം 8ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് മാറ്റി ഇനി മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ കാര്യങ്ങളും. ആ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരുവിധം ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ തന്നെ മലയാളം പോലെ ടെക്സ്റ്റ് ബുക്കുകൾ. ചില സ്കൂളിലൊക്കെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒരുപാട് മാറ്റം കേട്ടോ. ഇനി നിങ്ങൾ 7ാം ക്ലാസ്സിൽ ഇല്ലാത്ത 2-3 മാറ്റങ്ങൾ കൂടി 8ാം ക്ലാസ്സിലുണ്ട്. ഒന്നാമത്തെ കാര്യം, 8ാം ക്ലാസ്സിൽ നിങ്ങൾ എക്സാം എഴുതി പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതുന്നുണ്ട്. അതായത് 8ാം ക്ലാസ്സിൽ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇരുത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ എക്സാം എഴുതി തോറ്റുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു തവണ കൂടി എക്സാം എഴുതേണ്ടി വരും. അതിലും തോറ്റുപോയാൽ വീണ്ടും ഒരു തവണ കൂടി എക്സാം എഴുതേണ്ടി വരും. വെക്കേഷനിലായിരിക്കും ഒരു എക്സാം ഒക്കെ ഉണ്ടാവുക. അപ്പം 8ാം ക്ലാസ്സിൽ നിങ്ങൾ തുടക്കം മുതലേ പഠിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 7ാം ക്ലാസ് നിങ്ങൾക്ക് ഗ്രേഡ് ആയിരുന്നില്ല. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ് എന്നല്ലേ. ഇവിടെ എത്തുമ്പോൾ മാർക്ക് പ്ലസ് ഗ്രേഡ് ആവാം. നിങ്ങൾക്ക് മാർക്കും ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്രേഡും ഉണ്ടാവും. ഇവിടെ A+, A, B+, B പോലുള്ള ഗ്രേഡുകളാണ്. അതിൻ്റെ കൂടെ തന്നെ മാർക്കും ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 7ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് എന്ന ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചതെങ്കിൽ 8ാം ക്ലാസ്സിൽ ബേസിക് സയൻസിന് 3 ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്തോ, മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ എവിടെ വരാനുണ്ട്? 8ാം ക്ലാസ്സിൽ വരാനുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ നിങ്ങളുടെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കും അതേപോലെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ കണ്ടൻറ്റൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുമ്പോൾ 7ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ കൂടി ഇതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ എക്സാം എഴുതി പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് നേടുകയും വേണം. സൊല്യൂഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ EduPodന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ. ടെക്സ്റ്റ് ബുക്ക് ഏതുമായിക്കോട്ടെ, എത്ര കണ്ടന്റ് കൂട്ടിയാലും നിങ്ങൾ EduPodന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കോട് കൂടി അല്ലെങ്കിൽ ഫുൾ A+ഓട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ EduPodന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ഓട് കൂടി പാസ്സാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ യൂട്യൂബിൽ ലൈവ് തരില്ലെന്ന്. യൂട്യൂബിൽ എല്ലാ സമയത്തും ലൈവ് ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമ്മൾ യൂട്യൂബിൽ ലൈവ് തരുള്ളൂ. അപ്പോൾ യൂട്യൂബിലെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ EduPodന്റെ ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ. അപ്പോൾ നമ്മൾ സ്ക്രോളിൽ ഒരു നമ്പർ പോകുന്നത് കാണാം. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഫോം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം പിന്നെ ചെയ്യുകയോ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സ് കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് നോക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് വേണം പാസ്സാവാൻ. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ നിങ്ങൾ മിനിമം മാർക്ക് എഴുതിയെടുക്കണം. ഇങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങളുള്ള ക്ലാസ്സാണ് 8ാം ക്ലാസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, നിങ്ങൾ UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് എതിരെ നിങ്ങൾ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളായി. അപ്പോൾ ഒരു 1-2 കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയോ? നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷും മാത്സും ഉണ്ട്, ഇതേപോലെയുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ആളുകളാണെങ്കിൽ ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനൽ ഇവിടെ എഴുതി തരുന്നുണ്ട്. നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട്, കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നാഫി ദി എഡ്യൂക്കേറ്റർ എന്നാണ്. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കൂടെ കൂടിയിട്ട് പുതിയ സിലബസാണ് നിങ്ങൾക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സാൻ പറ്റൂ. അതിനുള്ള സൊല്യൂഷൻ സൂപ്പർ ബാച്ച് മാത്രമാണ്. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ 8ാം ക്ലാസ്സിലെ ഈ മാറ്റം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. Bye.